നീ ഇപ്പോഴും വൺ പീസ് കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്രണ്ടില്ലേ, അവൻ എന്തിനായിരിക്കും നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അറിയോ? ഐഷോ സ്പീഡ് ഇന്ന് ലോകത്ത് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സിൽ ഒരാൾ. എല്ലാവർക്കും അറിയാം ഈ ഐഷോ സ്പീഡിന്റെ ഐഡിയൽ ആരാണ്, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. സോ ഇതേ ഐഷോ സ്പീഡിനോട് ഒരു ലൈവിൽ ചോദിക്കുക, നിനക്ക് ഞാൻ 2 ഓപ്ഷൻസ് തരാം, അതിൽ നീ ഒന്ന് ചൂസ് ചെയ്യണമെന്ന്. ഐഷോ സ്പീഡിനോട് കൊടുത്ത ഓപ്ഷൻസ് ഇതാണ്: ഒന്ന് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, രണ്ടാമത്തേത് മങ്കി ഡി ലൂഫി ഫ്രം വൺ പീസ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ, ഹി വിൽ ചൂസ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഓവർ മങ്കി ഡി ലൂഫി. പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഐഷോ സ്പീഡ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഇതിൽ രണ്ടാളിൽ ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. സോ അത് കണ്ടുവന്ന എല്ലാവരും ഞെട്ടി. ബിക്കോസ് ക്രിസ്ത്യാനോ 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 എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടാണ് ഐഷോ സ്പീഡ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സിനെ വാരിക്കൂട്ടിയത്. അങ്ങനെയുള്ള ഒരു ഐഷോ സ്പീഡിൽ ലൈവിൽ വന്നിട്ട് പറയാണ്, എനിക്ക് ക്രിസ്ത്യാനോ ആണോ ലൂഫി ആണോ എന്ന് ചൂസ് ചെയ്യാൻ പറ്റില്ല, അവർ രണ്ടാളും എനിക്ക് ഒരേപോലെയാണ്, അല്ലെങ്കിൽ അവർ തമ്മിലൊരു വേർതിരിവ് എനിക്ക് കാണിക്കാൻ പറ്റില്ല. സോ ജസ്റ്റ് ഇമാജിൻ ബ്രോ, നോട്ട് ഓൺലി ഐഷോ സ്പീഡിനെ പോലെ നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള മെയിൻ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഷെസാം ആയിക്കോട്ടെ, കാർത്തിക് സൂര്യ ആയിക്കോട്ടെ, അടുത്ത ക്യാരക്ടർ ഇതില് മെയിൻ എവനാണെങ്കിലും ലൈഫില് അതായത് ഈ വൺ ആയിക്കോട്ടെ, അവരെത്ര തവണ പറഞ്ഞിട്ടുണ്ട് വൺ പീസ് എത്രമാത്രം വലിയൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ആനിമയാണെന്ന്. അവൻ കണ്ട ആ ഒരു ഫിക്ഷണൽ മാജിക്, അല്ലെങ്കിൽ അവൻ കടന്നു പോയിട്ടുള്ള ആ ഒരു വൺ പീസിലെ കംപ്ലീറ്റ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് അവന് കിട്ടിയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ലെവൽ അത്രമാത്രം നിനക്കും കൂടി കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം നിന്നോട് വന്നിട്ട് ബ്രോ കാണ്, തുടങ്ങ്, ഒരു എപ്പിസോഡിൽ നീ സ്റ്റാർട്ട് ചെയ്യണം മുത്തേന്ന് പറയുന്നത്.